നീ വിളിച്ചാലുടൻ നിന്നെയും കൊണ്ട് പുറത്തു പോയേണ്ട കാര്യം ഇവക്കുണ്ടായിരുന്നോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോന്ന്? ഇക്കണക്കിന് ഇവളുടെ പരിചരണം കൊണ്ട് സിദ്ധു നന്നാവുകയല്ല, നശിക്കുക ചെയ്യാൻ പോകുന്നത്. എടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണമെന്ന്. എന്നിട്ടും നീ ധിക്കാരം കാണിച്ചുവല്ലേ? എന്റെ വാക്കിനെ തൃണമായി കണ്ടുവല്ലേ? മുത്തശ്ശി മുത്തശ്ശി ഇനി മാലാഖെ വഴക്ക് പറയാൻ പോവാണോ? വഴക്ക് പറയൂന്ന്. സിദ്ധു, എന്താ ഇത് മോനെ? എന്തിനാ മുത്തശ്ശിന്റെ മാലാഖെ വഴക്ക് പറയണേ? സിദ്ധു, എന്തിനാ വഴക്ക് പറയണേന്ന്? വേണ്ട, അരുത്. മുത്തശ്ശിയോട് വഴക്കിടാൻ നിൽക്കരുത്. മുത്തശ്ശി പിന്നെ എന്തിനാ മാലാഖെ വഴക്ക് പറയണേ? ഇവിടെ ആരും മാലാഖെ വഴക്ക് പറയാൻ പാടില്ല. എന്റെ മാലാഖ ഇത്. അതെ മോനെ, മോന്റെ മാലാഖ ഇനി ആരും വഴക്ക് പറയില്ല, ഉറപ്പ്. അമ്മയല്ലേ പറയുന്നേ? നീ ഇപ്പൊ മാലാഖയുടെ ഒപ്പം ചെല്ല്. ദേവികേ, നീ ഇതൊന്നും കാര്യാക്കണ്ട. നീ ഇവനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോ. ആരും എന്റെ മാലാഖ ഇനി ഇവിടെ വഴക്ക് പറയരുത്. കുട്ടാ, വാ പോവാം. നമുക്ക് മുറിയിലേക്ക് പോവാം. മാലാഖയല്ലേ വിളിക്കുന്നേ? വാ. മുത്തശ്ശി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഇനി ഞാനത് ആവർത്തിക്കില്ല. ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഇനി എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മാപ്പ്. കുട്ട വന്ന്. അമ്മേ, പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. നീ കാര്യം പറ. അമ്മ എന്തിനാ ഇത്രയധികം ദേവികയെ വഴക്ക് പറഞ്ഞത്? അത് വേണ്ടായിരുന്നു. ഞാനവളെ വഴക്കു പറഞ്ഞത് തെറ്റായി പോയിന്നാണോ നീ ഇപ്പൊ പറയുന്നത്? അങ്ങനെയല്ല, അമ്മയ്ക്ക് അവളെ വഴക്ക് പറയാം. എന്നാലും ഒരെന്നാലുമില്ല. ഈ കുടുംബത്തിന്റെ പേരില്ലാതാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അത് ദേവികയായാലും ശരി, മറ്റാരായാലും ശരി. ദേവിക ചെയ്ത പ്രവൃത്തി അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക്, എനിക്കും മഹേട്ടനും അങ്ങനെയല്ല. ആ വീഡിയോയിൽ ഞങ്ങൾ കണ്ടത് സിദ്ധുവിന്റെ സന്തോഷം മാത്ര. എന്തു തന്നെ ആയാലും അവന്റെ സന്തോഷം ഞങ്ങൾക്ക് വലുത്. ദേവിക കാരണം സിദ്ധു കുറച്ച് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഇനി അമ്മ ദേവികയെ വിഷമിപ്പിക്കരുത്. കുട്ടാ, ദേ മരുന്ന് കഴിച്ച്. വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നല്ല കുട്ടിയല്ലേ, മരുന്ന് കഴിച്ച്. എനിക്ക് വേണ്ട, ഞാനത് കഴിക്കില്ല. കഴിക്കു കുട്ടാ, മാലാഖയല്ലേ തരുന്നേ. മാലാഖ തന്നാ കഴിക്കണം. മാലാഖയല്ല, ആര് തന്നാലും ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. അതെന്താ എത്ര വാശി? കഴിച്ച് കഴിക്കേ. കുട്ടൻ എന്താ ഇത് കുടിക്കാൻ മടി കാണിക്കുന്നത്? കുട്ടൻ ഈ മരുന്നിന്റെ രുചി ഇഷ്ടല്ലേ? കയ്പാണോ? അതൊന്നുമല്ല, ഇത് കഴിച്ചെനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ വരും. എനിക്ക് നല്ല മയക്കമൊക്കെ വരും. എനിക്ക് അതുകൊണ്ടത് വേണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് വേണ്ട. കഴിക്കു കുട്ടാ. വേണ്ട, എനിക്കിത് വേണ്ട. മരുന്ന് കഴിക്കാതെ എങ്ങനെയാ കുട്ടാ? എനിക്ക് വേണ്ട. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമല്ല അത്. ഈ മരുന്നുകൾ കഴിക്കുമ്പോ എപ്പോഴും ക്ഷീണാണെന്നാണല്ലോ കുട്ടൻ പറയുന്നത്. അതെന്താണെന്ന് സ്വാമിയച്ഛനെ കണ്ടെന്ന് ചോദിക്കണം.
തന്നെ വേണം. ദേവികയ്ക്ക് അങ്ങനെ തന്നെ വേണം. നല്ല വഴക്ക് കിട്ടണം, ഇനിയും കിട്ടണം. നീ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനേ ഈ ജ്യൂസ് നിനക്ക് തരാൻ വേണ്ടി വന്നതാ. ജ്യൂസോ? അതിന് ഞാൻ ജ്യൂസൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിൽ എന്താ, ഇത് കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. നീ ഇത് കുടിക്കേ. നിനക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ട്. ഈ ജ്യൂസ് കുടിച്ചാലേ നിന്റെ ക്ഷീണം ഒക്കെ മാറും. ഇത് കുടിക്കാൻ ജോ, ഇത് പിടിക്കേ. കുടിച്ചോ. ഇവൾക്കിതെന്ത് പറ്റി? കുടിക്കാൻ ജോ. അയ്യോ, ഇതെന്ത് ജ്യൂസാടി? കഴിച്ചിട്ട് വയ്യ. പാവയ്ക്കാ ജ്യൂസ്, പിന്നെ മധുരിക്കില്ലല്ലോ അഞ്ജു. നീ എന്ത് വൃത്തികേടായി കാണിച്ചേ? ദേ, നീ ചെയ്യുന്ന തോന്നിയാസങ്ങൾക്ക് ഇതൊന്നും തന്നാ പോരാ. നീ എന്റെ ചേച്ചിക്ക് പാര പണിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ വേലത്തരങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇപ്പൊ നിർത്തിക്കോണം. ഇനിയും എന്റെ ചേച്ചിയെ ഉപദ്രവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇതുപോലെ കയ്പ ജ്യൂസിലായിരിക്കില്ല ഞാൻ മറുപടി തരുന്നേ. എന്റെ ചേച്ചിയുടെ ഔദാര്യം കാരണം നീ ഇപ്പൊ ഈ കുടുംബത്തില് മരുമകളായി കഴിയുന്നേ. ആ ബോധം നിനക്ക് എപ്പോഴും വേണം. ചെറിയ രീതിയിലുള്ള കുശുമ്പ് ഗുന്നായ്മയൊക്കെ ആവാം, പക്ഷേ അതൊന്നും കുടുംബം നശിപ്പിക്കുന്ന തരത്തിലാവരുത്. ഇത് നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഓർത്തോ? കല്യാണം കഴിഞ്ഞ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. നന്നായി. ഈശ്വരൻ അറിഞ്ഞു തന്നെയാവും രണ്ടാളെയും കൂട്ടിച്ചേർത്തത്. കുട്ടനെ ഭേദപ്പെടുത്തിയെടുക്കാൻ ദേവികയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നണില്ല. കുട്ടന്റെ ഭാര്യയാകാൻ ഏറ്റവും അനുയോജ്യ ദേവിക തന്നെയാ. എനിക്ക് എത്രയും പെട്ടെന്ന് കുട്ടനെ പഴയ കുട്ടനാക്കി മാറ്റിയെടുക്കണം സ്വാമിയച്ഛ. അതിനി അധികം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. മരുന്നെല്ലാം കൃത്യമായും സമയത്തിന് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടനിപ്പോ മരുന്നുകൾ കഴിക്കുമ്പോ ഭയങ്കര ക്ഷീണാണ് സ്വാമിയച്ഛ. അതെന്തുകൊണ്ടാണെന്ന് അറിയാനാ ഞാനിപ്പോ സ്വാമിയച്ഛനെ കാണാൻ വന്നത്. എവിടെ? മരുന്ന് കാണട്ടെ. ആ, കുറച്ചു നാളുകളായിട്ട് ദേ ഈ മരുന്നുകളാ കുട്ടൻ കഴിക്കുന്നത്. ഇതിന്റെ ഡോസേജ് കൂടിയത് കൊണ്ടാണോ കുട്ടന് ക്ഷീണം തോന്നുന്നതെന്ന് അറിയില്ല. ഡോസ് മാറ്റേണ്ടി വരുമോ? മരുന്ന് ഏതാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്വാമിച്ച, എന്തുപറ്റി? ഈ മരുന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ മരുന്ന് ആരാ കുട്ടന് കൊടുത്തത്? കുട്ടന്റെ വീട്ടുകാർ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്നാ ഇത്. എന്താ ഈ മരുന്നിന്റെ പ്രശ്നം? മോളെ, ഇത് നാഡികളെ തളർത്തുന്ന മരുന്നാണ്. ഇത് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തതാണ്. നാഡിയെ തളർത്തുന്ന മരുന്നായതുകൊണ്ടാവാം കുട്ടന് ക്ഷീണം അനുഭവപ്പെടുന്നത്. ഇത് കഴിച്ചെനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ വരും. എനിക്ക് നല്ല മയക്കമൊക്കെ വരും. ഏതായാലും ഇനി ഈ മരുന്ന് കുട്ടന് കൊടുക്കണ്ട. അത് ദേവിക ശ്രദ്ധിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാനിത് കുട്ടന് കൊടുക്കില്ല. പക്ഷെ
ഇത്രയും നാൾ ഈ ഗുളികൾ കഴിച്ചതിന്റെ പ്രശ്നം കുട്ടനുണ്ടാവില്ലേ? പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്നുകൾ ഞാൻ തരാം. കൂടെ ഒരു ചരടും ജപിച്ചു തരാം. വീട്ടിലെത്തിയാലുടൻ അത് കുട്ടന് കെട്ടിക്കൊടുത്തോളൂ. ശരി സ്വാമിയച്ച. ഇത് നാഡികളെ തളർത്തുന്ന മരുന്നാണ്. ഇത് ഒരിക്കലും കഴിക്കാൻ പാടില്ല. കുട്ടന്റെ വീട്ടില് ആരായിരിക്കും ആ മരുന്നുകളൊക്കെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്? അത് അപകടകരമായ മരുന്നാണെന്ന് ആരും ഇതുവരെ തിരിച്ചറിഞ്ഞില്ലേ? ആരും അത് ശ്രദ്ധിച്ചുമില്ലേ? എന്തുകൊണ്ടായിരിക്കും ആരും അത് ശ്രദ്ധിക്കാതിരുന്നത്? നാടിയെ തളർത്തുന്ന മരുന്ന് ആരാണ് കുട്ടന് കൊടുക്കുന്നതെന്ന് കണ്ടെത്തണം. കുട്ടൻ അകപ്പെട്ടിരിക്കുന്ന വലയിൽ നിന്നും കുട്ടനെ രക്ഷിക്കണം. ദേവമോളെ, ആ സ്വാമിയച്ച, ഞാൻ മറ്റു മരുന്നുകളുടെ ഫോട്ടോ കൂടി സ്വാമിയച്ചന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. സ്വാമിയച്ചനെ ഒന്ന് നോക്കാമോ? ഞാനും നോക്കട്ടെ മോളെ. മോളെ, ആ സ്വാമിയച്ച പറയൂ. ഈ ഫോട്ടോയിൽ കാണുന്ന മരുന്നുകളൊന്നും സിദ്ധുവിന്റെ രോഗം ഭേദമാക്കാനുള്ള മരുന്നുകളല്ല. ഇതൊക്കെ നിരോധിക്കപ്പെട്ട തരം മരുന്നുകളാണ്. ചുരുക്കി പറഞ്ഞാൽ കൂടുതലും ഉറങ്ങാനുള്ള മരുന്നുകളാണ്. സ്വാമിയച്ചൻ പറഞ്ഞ ശരിയാ. ആ മരുന്നുകൾ കഴിക്കുമ്പോ കുട്ടൻ വളരെ നേരം കിടന്നുറങ്ങാറുണ്ട്. മാത്രല്ല അതിനുശേഷം കുട്ടന്റെ കുട്ടിത്തം കൂടുകയാണ്. വേണ്ട, ഇനി ഈ മരുന്നുകളൊന്നും സിദ്ധാർത്ഥന് കൊടുക്കണ്ട. ആ പകരം ഞാൻ അയച്ചു തരുന്നത് മാത്രം കൊടുത്താൽ മതി. ശരി സ്വാമിയച്ച. കുട്ടൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം ഞാൻ ഉടനെ തന്നെ എടുത്ത് കളഞ്ഞേക്കാം. അത് മാത്രം പോരാ, ഞാൻ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ ചെയ്തോളാം സ്വാമിയച്ച. എല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കിക്കോളാം. എങ്കിൽ സർവ്വതും സുഖമായി പരിണമിക്കും. ശരി സ്വാമിയച്ച. ശരി. മാലാഖേ, വാ കളിക്കാം നമുക്ക്. വാ. മരുന്നുകൾ മാത്രമല്ലല്ലോ കാര്യം. സിദ്ധുവിനെ സുഖപ്പെടുത്താനുള്ള ദേവികയുടെ പരിശ്രമങ്ങൾ തടയാനായി ഇനിയും പല മാർഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്ത് മാർഗം? നീ ആദ്യം നിന്റെ മരുമകളെ വിളിക്ക്. അവളെ വിളിച്ചിട്ട് ഇപ്പൊ എന്തിനാ? മായേ, ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം നടത്തിയതുപോലെ ഇനി നമുക്ക് അഞ്ജിതയെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കാം. എന്താ ഹരിയേട്ടന്റെ മനസ്സിലുള്ള പ്ലാൻ? അത് പറ ആദ്യം. എടി, ദേവിക മരുന്ന് നശിപ്പിക്കുന്ന വിവരം അഞ്ജിത വഴി അമ്മയെ അറിയിച്ച് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. സിദ്ധുവിന്റെ മരുന്ന് ദേവിക നശിപ്പിച്ചു എന്നറിഞ്ഞ അമ്മ പിന്നെ മിണ്ടാതിരിക്കോ? അപ്പൊ ദേവിക ഇവിടെ നടിച്ച് പുറത്താക്കില്ലേ? ഈ വിവരം നമ്മളായിട്ട് അമ്മയോട് പറഞ്ഞാ പോരെ? തൽക്കാലം നമുക്ക് പുറത്തുനിന്ന് കളി കാണാം. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇടപെടാം. നീ ആദ്യം അഞ്ജിതയെ വിളിക്കേ. മോളെ അഞ്ജിതേ, അഞ്ജിതേ, അഞ്ജിതേ. എന്താ ആന്റി? ദേവിക ഇവിടുന്ന് പുറത്താക്കുകയാണല്ലോ മോളുടെ ലക്ഷ്യം. ചേച്ചി ഈ കുടുംബത്തിൽ നിന്നാ അത് ശരിയാവില്ല ആന്റി. ആന്റിയോടും അങ്കിളിനോടും ഞാനത് പറഞ്ഞതാണല്ലോ. എന്നാ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു അവസരം ഇപ്പൊ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്താ അത്?
പറയാം. പറഞ്ഞതൊക്കെ അഞ്ജിതയ്ക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. മോൾ അമ്മയെ പരമാവധി കുത്തിത്തിരിക്കണം. ആരോടും ചോദിക്കാതെ, ആരെ അറിയിക്കാതെ സിദ്ധുവിന്റെ മരുന്നുകൾ എടുത്ത് നശിപ്പിക്കാനുള്ള അധികാരം ആരാണ് ദേവികയ്ക്ക് നൽകിയതെന്ന് മോൾ അമ്മയോട് ചോദിക്കണം. അമ്മയുടെ മുന്നിൽ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി നീ മാറ്റണം. സിദ്ധുവിന്റെ കാര്യത്തിൽ ദേവിയേക്കാൾ വലിയ ശ്രദ്ധ മോക്കുണ്ടെന്ന് മോൾ അമ്മയുടെ മുന്നിൽ തെളിയിക്കണം. ഞങ്ങൾ പറഞ്ഞത് മോൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അതെന്താ ചെയ്യാൻ പറ്റാത്ത? ആന്റി അങ്കിളും പറഞ്ഞ എന്ത് കാര്യവും ഞാൻ അനുസരിക്കും. ദേവികേച്ചി സിദ്ധുവേട്ടന്റെ മരുന്ന് നശിപ്പിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശിയുടെ ചെവിയിലെത്തിക്കാം. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം. മിടുക്കി എന്ന് മോൾ ചെല്ല്. മലാഖെ, എന്തിനീ മരുന്നൊക്കെ എടുക്കണേ? എനിക്ക് തരാൻ വേണ്ടിട്ടാണോ? എനിക്ക് തരണ്ട. ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. എനിക്ക് വേണ്ട. വേണ്ട, ഈ മരുന്നൊന്നും കുട്ടന് തരാനുള്ളതല്ല. കുട്ടന് ഇതൊന്നും ഞാൻ തരില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ എടുക്കണേ? ഇതൊക്കെ പുറത്തോണ്ടേ കളയാൻ പോവാ. മുത്തശ്ശി. ആ എന്താ അഞ്ജു? മുത്തശ്ശിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ ഈ കാര്യം പറയുന്നോണ്ട് മുത്തശ്ശിക്കൊന്നും തോന്നരുത്. ശരിക്കും ഈ വീടിന്റെ കുടുംബനാഥ ആരാ? മുത്തശ്ശിയല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ മുത്തശ്ശിക്ക് വിഷമമൊന്നും തോന്നരുത്. ദേവികേച്ചി ഇന്ന് സിദ്ധുവേട്ടന്റെ മരുന്ന് മുഴുവൻ എടുത്ത് കളയാൻ നോക്കി. അങ്കിളും ആന്റി എന്നോടിത് പറഞ്ഞത് സത്യ. മുത്തശ്ശി, ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാ. ഞാൻ പറയുന്നതുകൊണ്ട് മുത്തശ്ശിക്കൊന്നും തോന്നരുത്. ഇതൊക്കെ സത്യവാ. ചേച്ചി ചെയ്യുന്നതൊക്കെ ശരിയാണോ? സിദ്ധുവേട്ടനെ സുഖപ്പെടുത്തുന്നതിന് പകരം സിദ്ധുവേട്ടന്റെ മരുന്നുകളൊക്കെ നശിപ്പിക്കുകയാണോ വേണ്ടത്? അവളെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കുട്ടൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ദേവികേ, നീ എന്തായി ചെയ്യുന്നേ? ഇത് കുട്ടന്റെ മരുന്നുകളാ. ഇനി ഇത് വേണ്ട, അതുകൊണ്ടെടുത്ത് കളഞ്ഞതാ. അയ്യോ, കുട്ടൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ കളയാൻ ദേവികയുടെ ആരാ പറഞ്ഞേ? ഈ മരുന്നുകളൊക്കെ വേണ്ടാന്ന് ആരാ നിശ്ചയിച്ചേ? സ്വാമിയച്ഛൻ പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഓ, അപ്പൊ ഇവള് പറഞ്ഞത് ശരി തന്നെയാണല്ലേ? നീ മരുന്നല്ല എടുത്തു കളഞ്ഞു. മരുന്നിനെ കുറിച്ചൊക്കെ നിനക്ക് എന്താ അറിയാം? അല്ല, എന്ത് ധൈര്യത്തിലാ നീ അതൊക്കെ എടുത്തു കളഞ്ഞത്? നീ ഈ കാണിക്കുന്ന അഹങ്കാരത്തിന്റെ അർത്ഥം എന്താ? സിദ്ധുവേട്ടന് കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സിദ്ധുവേട്ടന് എന്തെങ്കിലും പറ്റിപ്പോയാ ആരാ സമാധാനം പറയാ? എന്താ ഇവിടെ പ്രശ്നം?
സിദ്ധുവിന് കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ ഇവളെടുത്ത് കളഞ്ഞിരിക്കാമായേ. കളയോ? ആരോട് ചോദിച്ചിട്ട്? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം എല്ലാം എടുത്ത് കളഞ്ഞിരിക്ക. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? ദേവികയ്ക്ക് പറയാനുള്ളതും കൂടി കേക്കണ്ടേ? ധിക്കാരം കാണിച്ചിട്ട് ഇവള് പറയുന്നത് ഞങ്ങൾ എന്തിനാ കേൾക്കുന്നത്? കേൾക്കണം. ഇങ്ങോട്ട് മാറി. ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ കരുതുന്ന പോലെ സിദ്ധുവേട്ടനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യവും എന്റെ ചേച്ചി ചെയ്യില്ല. സിദ്ധുവേട്ടന്റെ അസുഖം ഭേദമാക്കാന്നുള്ള ഒറ്റ കാര്യം മാത്രം ചേച്ചിയുടെ ലക്ഷ്യം. കൊള്ളാം, ചേച്ചിക്ക് പറ്റിയ അനിയത്തി തന്നെ. അല്ല, ഇതിൽ കയറി അഭിപ്രായം പറയാൻ നിനക്കെന്താ യോഗ്യത? ദേ, നീ ഇതിൽ ഇടപെടരുത്. പിന്നെ അഭിപ്രായം പറയാൻ എനിക്കെന്താണ് യോഗ്യത എന്നാണെങ്കിൽ ഞാൻ നിന്നെ പോലെ തന്നെ ഇവിടുത്തെ മരുമകളാ. മരുമകള്? എനിക്ക് കിട്ടാനിരുന്ന ജീവിതം തട്ടിപ്പറിച്ചെടുത്തിട്ട് ഈ കുടുംബത്തിലേക്ക് കടന്നു കയറി മരുമകളായവളല്ലേ നീ? അതിന്റെ യോഗ്യതയൊന്നും നീ പറയണ്ട. നിന്റെ അന്തസ്സൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നീ എത്രത്തോളം മോശക്കാരിയാണോ അതുപോലെ തന്നെ മോശക്കാരിയാണ് ദേ ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി.